Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. ഇന്ത്യയിലെ മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനാണ് NTA ഓർഗനൈസ് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ. ഈ നീറ്റ് എക്സാമിനേഷൻ ത്രൂ ആണ് MBBS മുതൽ BDS, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ഇതിനോടൊപ്പം ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഇങ്ങനെ പോകുന്നു. ഇന്ത്യ മുഴുവനുള്ള ഗവൺമെൻറ് സെക്ടർ, അതുപോലെ തന്നെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ AFMC, ജിപ്മർ, എയിംസ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, എല്ലാ സെക്ടറിലേക്കും അത് MBBS. ഇനി ഇത് കൂടാതെ വരുന്ന നമ്മൾ മുമ്പേ കണ്ട ബാക്കിയുള്ള കോഴ്സുകൾ ഇൻക്ലൂഡിങ് BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കാൻ നമുക്കറിയാം. ഈ NTA നീറ്റ് എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ ഒറ്റ ഒരു എക്സാമിനേഷനാണ്. ഈ സിംഗിൾ എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ 2 റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഒന്ന് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റും ഒന്ന് സ്റ്റേറ്റ് വൈസ് റാങ്ക് ലിസ്റ്റും. ഈ 2 റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടാൻ ഒറ്റ പരീക്ഷ എഴുതിയാൽ മതി. അങ്ങനെ ഇന്ത്യ മുഴുവനുള്ള മെഡിക്കൽ സെക്ടറിലെ ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനായ നീറ്റ് എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പായി NTA പുതിയ ഇൻസ്ട്രക്ഷൻ നൽകിയിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി NTA നടത്തുന്ന ഈ നീറ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ കാൻഡിഡേറ്റിന് ഒരു യൂണിക് ID നിർബന്ധമായും രജിസ്ട്രേഷന് യൂസ് ചെയ്തുകൊണ്ട് വേണം ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുവാൻ. യൂണിക് ID എന്ന് പറഞ്ഞാൽ ആ കാൻഡിഡേറ്റിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ് യൂണിക് ID. ആ യൂണിക് ID ആയി പല ഡോക്യുമെൻസുകൾ ഉപയോഗിക്കാം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആധാർ കാർഡാണ്. ഈ ആധാർ കാർഡ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള അടുത്തൊരു ഡോക്യുമെൻ്റായി NTA അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ആധാർ കാർഡ് ഈ ഡോക്യുമെൻ്റായി യൂസ് ചെയ്യാം. എന്താണ് ആധാർ കാർഡ്? നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആധാർ കാർഡ് കണ്ടു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് യൂണിക് ID ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ, അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ, അതുമല്ലെങ്കിൽ ഡിജി ലോക്കർ നമ്പർ. ഈ 5 ഡോക്യുമെൻസിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ യൂണിക് ID സബ്മിറ്റ് ചെയ്തുകൊണ്ട് വേണം ഒരു കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആധാർ കാർഡ് തന്നെയാണ്. ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 11th 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, 10th കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥിയാണെങ്കിൽ, ആ 10th മാർക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് 10th മാർക്ക് ലിസ്റ്റിലുള്ള നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൃത്യമായി എൻട്രി ചെയ്തുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വാങ്ങുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ 11th 12th പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും, +2 കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും, ആരാണെങ്കിലും ശരി, ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാൻ നമ്മൾ ഒരു അക്ഷയ സെൻറ്ററിൽ അല്ലെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഏജൻസിയെ സമീപിച്ചാൽ നമ്മുടെ ആധാർ കാർഡ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പരീക്ഷയുടെ സമയമാകുമ്പോൾ എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസരങ്ങൾ എന്നുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് നേരത്തെ തന്നെ NTA അനൗൺസ് ചെയ്യുന്നത്, ആധാർ കാർഡ് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ പണ്ട് നമ്മൾ നേരത്തെ സ്കൂൾ ക്ലാസ്സിൽ 10 വർഷം മുമ്പേ എടുത്ത ആധാർ കാർഡൊക്കെ ആയിരിക്കും കയ്യിലിരിക്കുന്നത്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് 10th കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ, അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഏതെങ്കിലും ഒരു അക്ഷയ സെൻറ്റർ വഴി നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മുടെ കൃത്യമായ ഫോട്ടോയും ആ ആധാർ കാർഡിനെ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ വാലിഡായിട്ടുള്ള ഒരു ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻസും എല്ലാം കൊടുത്തുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. 11th 12th പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളും. നമുക്ക് NTA ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡാണ് നമ്മൾ യൂണിക് ID സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, ആ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻട്രി ചെയ്തുകൊണ്ട് വേണം നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുവാൻ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് നമുക്ക് വേണ്ടത് ആധാർ കാർഡ് തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്കവിടെ യൂണിക് ID ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി. ബാല്യകാലം മുതൽ നമ്മളൊരു സ്കൂൾ കാലഘട്ടം മുതൽ പഠിച്ചു മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും, ഡോക്യുമെൻസുകളും എല്ലാം നമുക്ക് ഈ ആധാർ കാർഡിൽ എൻറോൾ ചെയ്യാം. ഇത് ഒരു 10th മാർക്ക് ലിസ്റ്റ് ആവട്ടെ, +2 ആവട്ടെ, അതിനുശേഷം ഡിഗ്രി കോഴ്സുകളുടെ ആവട്ടെ, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിനോടൊപ്പം
ഈ ആധാർ ഡേറ്റ വഴിയായിരിക്കും റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുക. നമുക്ക് എന്തെങ്കിലും ഗ്രാൻറ്റുകൾ ലഭിക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുക. നമുക്ക് ഏതെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിക്കാനുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുക. നമുക്കൊരു ഡിഗ്രി ക്രെഡിറ്റ് സ്കോറുകൾ എന്തെങ്കിലും ലഭിക്കുമ്പോൾ അത് അറിയാൻ സാധിക്കുക. ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ അക്കാഡമിക് പെർഫോമൻസുകളെല്ലാം കൃത്യമായി ഡിജിറ്റലായി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ്റിൻ്റെ പോർട്ടലാണ് ആധാർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇത് എല്ലാ വിദ്യാർത്ഥികളും എടുത്തു വെക്കുന്നത് ഇനി മുന്നോട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസിൽ എപ്പോഴും നമുക്ക് ആവശ്യമായി വരുന്നതാണ്. ഇത് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ഈ ആധാർ കാർഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അത് ജനറേറ്റ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ നിന്നും ഒരു പെൻ നമ്പർ നമ്മൾ ജനറേറ്റ് ചെയ്യണം. പെൻ നമ്പർ എന്ന് പറയുന്നത് പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ. ഒരു കാൻഡിഡേറ്റിന്റെ പെർമനന്റ് എഡ്യൂക്കേഷൻ നമ്പർ നമ്മൾ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന്റെ സൈറ്റിൽ നിന്നും നാം ക്രിയേറ്റ് ചെയ്യണം. ഈ ക്രിയേറ്റ് ചെയ്ത പെൻ നമ്പർ വെച്ച് വേണം UDISന്റെ സൈറ്റിൽ udis+.gov.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം നമുക്ക് ആധാർ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആധാർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പെൻ നമ്പർ വേണം. ഈ പെൻ നമ്പർ വെച്ചുകൊണ്ട് ആധാർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് അവിടെ ഡോക്യുമെൻ്റായി +2വിൻ്റെ രജിസ്റ്റർ നമ്പർ നമുക്ക് എൻട്രി ചെയ്തുകൊണ്ട് ഒരു കാൻഡിഡേറ്റിന് തന്നെ ഈ ആധാർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആധാർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിജി ലോക്കറിൽ നാം എൻറോൾ ചെയ്യണം. ഇങ്ങനെ ഡിജി ലോക്കറിന്റെ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു യൂണിക് കോഡായി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആധാർ നമ്പർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു 12 ഡിജിറ്റ് നമ്പറാണ്. ആ നമ്പർ നമുക്ക് യൂണിക് ഐഡിയായി യൂസ് ചെയ്യാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി നീറ്റ് എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 5 ഡോക്യുമെന്റ്സുകളിൽ ഏതെങ്കിലും ഒന്ന്, ഇതെല്ലാം നമുക്ക് വേണമെന്നില്ല. ആധാർ കാർഡ് നമുക്ക് ഉപയോഗിക്കാം, ആധാർ കാർഡിൻ്റെ നമ്പർ നമുക്ക് യൂണിക് ഐഡി ആയിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ നമുക്ക് യൂണിക് ഐഡി ആയിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഡിജി ലോക്കർ നമ്പർ നമുക്ക് യൂണിക് ഐഡി ആയിട്ട് ഉപയോഗിക്കാം. ഇതുമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ നമുക്ക് യൂണിക് ഐഡി ആയിട്ട് ഉപയോഗിക്കാം. ഇതുമല്ലെങ്കിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ആ പാൻ കാർഡിൻ്റെ നമ്പർ യൂണിക് ഐഡി ആയിട്ട് ഉപയോഗിക്കാം. ഈ 5 ഡോക്യുമെൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു കുട്ടിയുടെ കാൻഡിഡേറ്റിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ എൻട്രി ചെയ്തുകൊണ്ട് വേണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടത്തുന്ന നീറ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ നാം പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ആധാർ കാർഡ് തന്നെയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ആൽഫ അക്കാഡമിയിലെ റിപ്പീറ്റഡ് ബാച്ച് പഠിക്കുന്നവരോ 11th 12th ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായി കീപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എത്രയും വേഗം തന്നെ NTA സൈറ്റിലൂടെയുള്ള നീറ്റിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുവാൻ നമുക്കിത് ഉപയോഗിക്കാൻ അത്യാവശ്യമുള്ളതാണ്. ഇനി വിദേശത്തൊക്കെ പഠിക്കുന്ന വിദേശത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റിൻ്റെ ID പ്രൂഫായി പാസ്പോർട്ട് നമ്പർ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 5 ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് യൂണിക് ഐഡിയായി യൂസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നീറ്റ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഇതുവരെ വിളിച്ചിട്ടില്ല, ആ എക്സാമിനേഷൻ്റെ പാറ്റേൺ അതിൽ ഓഫ്ലൈൻ എക്സാമിനേഷൻ ആണോ ഓൺലൈൻ എക്സാമിനേഷൻ ആണോ, ഏതൊക്കെ രീതിയിലായിരിക്കും സെൻറ്റർ തരിക, ഇതിൻ്റെ ഒന്നും ഫൈനൽ അലോട്ട്മെൻറ്റ് NTA ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾ നന്നായി പഠിച്ചുകൊണ്ടേയിരിക്കുക. 11th 12th പോർഷൻസ് നമുക്കറിയാം നീറ്റ് എക്സാമിനേഷന് വേണ്ടത്. ആ നീറ്റ് എക്സാമിനേഷൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം കണ്ടതുപോലെ എയിംസിലും AFMCയിലും ജിപ്മറിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളിലെല്ലാം അഡ്മിഷൻ ലഭിക്കാൻ, അതെല്ലാ കോഴ്സുകളിലേക്കും അഗ്രികൾച്ചർ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കാനും നമുക്ക് ഈ നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ ഉണ്ട്. ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാനായിട്ട് നമുക്ക് CUET എക്സാമിനേഷനാണ് വേണ്ടത്. ആ CUET എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ ആധാർ കാർഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് അവിടെ ആവശ്യം വരും. അവിടെ നമുക്ക് CUET എക്സാമിനേഷൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ ഡിഫറൻറ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കും. ഇന്ത്യ മുഴുവനുള്ള അഗ്രികൾച്ചർ ICARൻ്റെ അണ്ടറിൽ വരുന്ന 13 ഡിഫറൻറ്റ് കോഴ്സുകളുണ്ട്. അതിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ CUET എക്സാമിനേഷൻ പ്രയോജനപ്പെടുത്താം. അതും NTA തന്നെ നടത്തുന്ന എക്സാമിനേഷനാണ്. നീറ്റ് എക്സാമിനേഷൻ വഴിയും അഗ്രികൾച്ചർ സെക്ടറിലെ നമുക്ക് കേരളത്തിലുള്ള അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ നമുക്ക് നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോറാണ് വേണ്ടി വരുന്നത്. അത് കേരള സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന
ചെയ്യുന്ന മാർക്ക് വെച്ചിട്ടാണ് അഗ്രികൾച്ചർ കോഴ്സ് നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ അഗ്രികൾച്ചർ സെക്ടർ ആകട്ടെ, മെഡിക്കൽ സെക്ടർ ആകട്ടെ, നേഴ്സിംഗ് സെക്ടറുകളാകട്ടെ, ഇങ്ങനെ വരുന്ന എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള ഏറ്റവും പ്രാധാന്യമുള്ള എക്സാമിനേഷനായ നീറ്റ് എക്സാമിനേഷന് ഇതിന് 11ലെയും 12ലെയും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പോർഷൻസ് അല്ലാതെ ഒന്നും ചോദിക്കത്തില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും 11ലെയും 12ലെയും പോർഷൻസ് നന്നായി കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക. ആ കോൺസെപ്റ്റിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഓബ്ജക്റ്റീവ് എക്സാമിനേഷനാണ് NTA എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ. ആ ഓബ്ജക്റ്റീവായിട്ട് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാം കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. മോഡൽ എക്സാമിനേഷൻ എഴുതി ആ 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ഏറ്റവും ഉയർന്ന മാർക്ക് 720ൽ 720 മാർക്കും സ്കോർ ചെയ്യത്തക്ക രീതിയിൽ നമ്മളെ ടൈം മാനേജ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ പാറ്റേൺ എല്ലാം ആൽഫ അക്കാഡമിയിലെയും ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെയും കുട്ടികൾ നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 720ൽ 710 മാർക്ക് സ്കോർ ചെയ്ത ആൽഫ അക്കാഡമിയിലെ മിടുക്കന്മാരെ പോലെ 2025ലും ആ വിജയം ആവർത്തിക്കാൻ, ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ ആൽഫയിലെ വിദ്യാർത്ഥികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവനുള്ള എല്ലാ വിദ്യാർത്ഥികളും നന്നായി പഠിക്കുക. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പാർട്ടാകുക. ടെൻഷൻ ഫ്രീ ആയി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്, ഇതെല്ലാം പേരൻസുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയി ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓരോ രക്ഷിതാവിനും അറിയുവാനും സാധിക്കും. തീർച്ചയായും 2025ലെ എൻട്രൻസ് എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷനോ JEE എക്സാമിനേഷനോ ഈ സെക്ടറിൽ വരുന്ന 42ലധികം എൻട്രൻസ് പരീക്ഷകൾ ഏതുമാവട്ടെ ഏറ്റവും നല്ല വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതിനെല്ലാമായി നന്നായി പഠിച്ച് ഒരുങ്ങുക. ആ പഠിക്കുന്ന സമയത്തും അതിനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും ഓൺലൈൻ പ്രോസസ്സിങ്ങിലും എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. പുതിയൊരു ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.